പ്രതിപക്ഷ രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു പാർട്ടി അധികാരത്തിൽ സമഗ്രാധികാരം ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് വേണ്ടത് നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുക എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. പ്രൊഫസർ GN സായിബാബയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിട്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അന്ന് രാത്രി തന്നെ പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കേൾക്കാൻ, പിറ്റേ ദിവസം അവധിയായിരുന്നു, ആ അവധി ദിവസം പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കേൾക്കാനും ആ വിധി സ്റ്റേ ചെയ്യാനും സായിബാബ ജയിലിൽ തന്നെ തുടരുന്നതെന്ന് ഉറപ്പാക്കാനും സുപ്രീം കോടതി വലിയ താല്പര്യം കാണിച്ചു. തീർച്ചയായും ഇതേ കോടതി തന്നെയാണ് ഈ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജി ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വരുമ്പോൾ അതിപ്പോൾ തൽക്കാലം അങ്ങനെ പ്രത്യേകിച്ച് ഗൗരവത്തിൽ അല്ല പെട്ടെന്ന് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന നിലപാടെടുക്കുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് വീണ്ടും സംസാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് പോകുമ്പോൾ 2014 മുതൽ 2022 വരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകളെക്കുറിച്ചുള്ള കണക്കുകളുണ്ട്. ഈ കാലയളവിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 121 രാജ്യത്തെ 121 രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ കേസെടുത്തപ്പോൾ അതിൽ 115 പേരും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ്. അതിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായിരുന്നു. അതായത് ഏതാണ്ട് 95%-ലധികം. വേറൊരു കണക്കുള്ളത്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0.05% മാത്രമാണ്. അതായത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ 0.05% മാത്രമാണ് കൺവിക്ഷൻ ഉള്ളത്. ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ DK ശിവകുമാറിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് അത് നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറയുന്നത് നമ്മൾ കേട്ടു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളായി ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക വഴി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ED സമർപ്പിച്ച അപേക്ഷയിന്മേൽ വാദിക്കുമ്പോൾ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ അഴിമതി നടന്നിരിക്കുന്നത്, ആം ആദ്മി പാർട്ടി ഈ കേസിൽ ഒരു അക്യൂസ്ഡ് ആണ് എന്നുള്ള മട്ടിൽ, ആരോപണ വിധേയ സ്ഥാനത്തുണ്ട് എന്ന മട്ടിലാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കാം, അതിൻ്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. ഈ ഇലക്ഷൻ കാലത്ത് ആ നടപടിയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പണം കണ്ടെത്തുക അല്ലെങ്കിൽ പ്രചരണം നടത്തുക എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന പ്രതിപക്ഷത്തെ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള അവരുടെ അവകാശത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഈ നടപടികൾ ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. ഈ നടപടി, ഒരു ആരോപണമുണ്ട്, അന്വേഷണമുണ്ട്, 2 വർഷമായി നടക്കുന്നു. ഈ 2 വർഷത്തിനിടെ പ്രത്യേകിച്ച് തെളിവൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ കണ്ടെത്തിയതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ED അത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത റിമാൻഡ് അപേക്ഷയിലാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതേക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധത്തിലാണോ ഈ നടപടി? എനിക്ക് തോന്നുന്നു രാജീവ് പറഞ്ഞതിനാണ് അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ജനാധിപത്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പാർട്ടികൾക്ക് റോളുണ്ട്. ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ച ആം ആദ്മി മറ്റ് പല പാർട്ടികളിൽ നിന്ന് പലതരത്തിലും യോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കാനൊക്കെ ശ്രമിച്ചത് ആം ആദ്മിയും DMK ഒക്കെ ഉറച്ചു നില നിൽക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യ ബ്ലോക്കിൽ എല്ലാതരം വിട്ടുവീഴ്ചകളും ആം ആദ്മി പാർട്ടി അതിലേക്ക് വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറായിക്കൊണ്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ശക്തമായിട്ട് അതിലേക്ക് ഒരു പ്രതിപക്ഷ രൂപീകരണത്തിനുള്ള സാധ്യത ആം ആദ്മി, അതിപ്പോൾ ഇന്ത്യയിൽ ബൃഹത്തായ ഒരു പാർട്ടിയാണെന്ന്, പക്ഷേ അതിന് സ്വാധീന വലയങ്ങളുണ്ടല്ലോ, സ്വാധീന മേഖലകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് പ്രതിപക്ഷ നിർമുക്തമായിട്ടുള്ള, കോൺഗ്രസ് നിർമുക്തമെന്നതിനപ്പുറം പ്രതിപക്ഷത്തിൽ നിർമുക്തം, അല്ലെങ്കിൽ BJP തിരഞ്ഞെടുക്കുന്ന പ്രതിപക്ഷം, BJP നിർണ്ണയിക്കുന്ന പ്രതിപക്ഷം മതി എന്നൊരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയത്തെ മുന്നിൽ കാണുന്നൊരു അവസ്ഥയുണ്ട്. ഇതിനൊപ്പം നമ്മൾ കാണുന്ന 400 സീറ്റാണ് പ്രധാനമന്ത്രിയും BJPയും തന്നെ ഔപചാരികമായിട്ട് പറയുന്ന കാര്യം. അത് നടക്കുമെന്നറിയില്ല. പക്ഷേ BJPയെ കുറിച്ച് ആശങ്കകളുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും ഇലക്ഷൻ തിരിയാനും സാധ്യതയുണ്ട്. പ്രതി ഇന്ത്യ ബ്ലോക്കിൻ്റെ തരത്തിലുള്ള മാത്രമല്ല വേറെ തരത്തിൽ ഗവൺമെൻറ്റിനോടുള്ള അനുഭവത്തിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കണം, BJPക്ക് ഉണ്ടാവണം. മാത്രമല്ല ആ നിലയ്ക്കൊരു പ്രശ്നം നമ്മൾ പല സ്ഥലത്ത് കാണുന്നുണ്ട്.
പിന്നെ ദക്ഷിണേന്ത്യ തന്നെ വേറെ തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവണമെന്നുള്ളൊരു അനുഭവം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയിലൊരു പ്രതിസന്ധി ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട്. പറയുമ്പോൾ 400 സീറ്റ് എന്നൊക്കെ ഒരു അമിതാത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ലഭിക്കില്ല എന്നൊരു തോന്നലും അവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ സ്വാഭാവികമായിട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ റോളും പ്രധാനമാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ ഏരിയയിൽ നിർവീര്യമാക്കാം. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം നിർവീര്യമൊക്കെ വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ നിർവീര്യമാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിൽ നിർവീര്യമാക്കിക്കൊണ്ട് തന്നെയാണ് അതിന് എല്ലാ കാലത്തും ഈ സമഗ്രാധികാര ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിന് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളത് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുന്ന കാര്യം. തെരഞ്ഞെടുപ്പിൽ പൈസ ഇല്ലെങ്കിൽ വലിയ തോതിൽ കോൺഗ്രസ് പ്രതിസന്ധിയിൽ പെടും. കാര്യം ഒരു ദേശീയ തലത്തിൽ മുഴുവൻ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക വലിയ തരത്തിലെ പ്രശ്നമാണ്. അതൊരു പഴയ ടാക്സ് പ്രശ്നം ഉന്നയിച്ചാണ് അടിയന്തരമായിട്ട് നടപടിയിലേക്ക് ഇൻകം ടാക്സ് വകുപ്പ് കിടക്കുന്നത്. മറുഭാഗത്ത് ED ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനീഷ് സിസോദിയെ ആദ്യം, പിന്നീട് ജെയിനെയും, പിന്നീട് അവരുടെ MPA സഞ്ജയ് സിംഗിനെയും പലതവണയും എന്താ പറയുക കേജ്രിവാളിൻ്റെ ഒരു ടാർഗറ്റ് ശ്രമിച്ചെങ്കിലും അതിന് പക്ഷേ അവസാന ഇലക്ഷൻ സമയത്ത് അവർക്ക് ഇതൊരു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഈ നിലയ്ക്ക് രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞ പോലെ ഇതിൽ ആം ആദ്മി പാർട്ടിയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പോൾ അപ്പോൾ വളരെ ചെറിയ നേതൃത്വമാണ് അവർക്കുള്ളത്, ബൃഹത്തായ നേതൃത്വമില്ല. അപ്പോൾ ആ നേതൃത്വം ജയിലിലാക്കിയാൽ തന്നെ വേറെ തരത്തിൽ പ്രവർത്തനങ്ങളെ ബാധിക്കും, തീരുമാനമെടുക്കുന്നതിൽ ബാധിക്കും, ചിലതിൽ വൈകൽ വരും. ഒപ്പം തന്നെ പാർട്ടിയെ തന്നെ നാളെ ഈ കേസ് ഒരു പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാൽ പാർട്ടി കാൻഡിഡേറ്റുകളെ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷത്തിനെ ഇല്ലാതാക്കുന്നൊരു ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യത വലുതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പൊതുവെ ചാനലുകളൊക്കെ ചർച്ച ചെയ്തൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇത് BJP ബാധിക്കുന്നൊരു ചോദ്യം. കാര്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നു. തീർച്ചയായും ഡൽഹി, ഹരിയാനയിലൊക്കെ സ്വാധീനമുള്ള പാർട്ടിയിലേക്ക്, പഞ്ചാബിൽ സ്വാധീനമുള്ള പാർട്ടിയിലേക്ക് ഇത് ചിലപ്പോൾ പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റുകൾ ഗുണം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് തന്നെ ഗുണം ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്തരം സ്ട്രാറ്റജികളെക്കുറിച്ചല്ല നമ്മൾ അത്തരം വ്യാഖ്യാനങ്ങൾ പോസിബിൾ. BJP ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ BJPക്ക് അവരുടെ അജണ്ടകളൊക്കെ തന്നെ രാമക്ഷേത്രമാണെങ്കിലും CA ആണ് വേണ്ട പോലെ ഏഷ്യയിൽ, അതുകൊണ്ട് ഇത്തരം നടപടികളിൽ കടക്കേണ്ടി വന്നുള്ളൊരു വേറെ തരത്തിലൊരു നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവൊക്കെ ശരിയാവാം, തെറ്റാവാം. പക്ഷേ ജനാധിപത്യം നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ ഗൗരവമാക്കേണ്ടത്. കാര്യം സ്ട്രാറ്റജികളും തന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിൽ ആവശ്യപ്പെടും, നടപ്പാക്കും, അവരതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഇതൊന്നും തന്നെ ജനാധിപത്യത്തിന് സമ്പുഷ്ടീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ചോദ്യം. ഇവിടെ ജനാധിപത്യത്തിനെ സംബന്ധിച്ചുള്ളത് വലിയ തരത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിലെന്തുകൊണ്ടാണെന്നല്ല അരവിന്ദ് കെജ്രിവാൾ പ്രശ്നത്തിൽ ഇതിലേക്ക് സുപ്രീം കോടതി വലിയ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം. ഒരു ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ഒരു അടിയന്തരമായൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് കേൾക്കേണ്ടത് ഒരു ശരിയായ രീതിയാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. കാര്യം സുപ്രീം കോടതി അതിലെനിക്ക് തോന്നിയൊരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ GN സായിബാബയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിട്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അന്ന് രാത്രി തന്നെ പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കേൾക്കാൻ, പിറ്റേ ദിവസം അവധിയായിരുന്നു, ആ അവധി ദിവസം പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കേൾക്കാനും ആ വിധി സ്റ്റേ ചെയ്യാനും സായിബാബ ജയിലിൽ തന്നെ തുടരുന്നതെന്ന് ഉറപ്പാക്കാനും സുപ്രീം കോടതി വലിയ താല്പര്യം കാണിച്ചു. തീർച്ചയായും ഇതേ കോടതി തന്നെയാണ് ഈ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജി ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വരുമ്പോൾ അതിപ്പോൾ തൽക്കാലം അങ്ങനെ പ്രത്യേകിച്ച് ഗൗരവത്തിൽ പെട്ടെന്ന് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന നിലപാടെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചില കേസുകളിൽ ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസ് ഉദാഹരണത്തിന്, ജനാധിപത്യത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടാകാൻ പാകത്തിനുള്ളൊരു വിധി ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ വേറൊരു തലത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. നമ്മൾ കോടതിയിലെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട്. പല വിധികളും വലിയ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുന്നു. ചില വിധികൾ, ചില നടപടികൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഡൽഹി പോലെ സ്ഥലത്തെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് അതിൽ മുട്ടുകയാണ് സുപ്രീം കോടതിയുടെ ഉന്നത നീതിപീഠത്തിൻ്റെ കാര്യം, അറസ്റ്റ് ആസന്നമായിരിക്കുന്നു. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതൊരു ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഒരു നീതി സംവിധാനം സംബന്ധിച്ചുള്ള ഒരു ശരിയായ നടപടിയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഒരു വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണല്ലോ അത് മറ്റേ ഇവിടേക്ക് പോകുന്നത്, എന്താണ് മെട്രോപൊളിറ്റൻ തീസസാരി കോടതിയിലേക്ക് പോകുന്നത്. അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു എന്താ പറയുക, നമ്മൾ അത്ഭുതങ്ങളും സംഭവിച്ചിട്ടില്ല അവിടെ. കാര്യം ഉത്തരവ് നൽകാൻ വൈകുന്നു ചാനൽ പറയുമ്പോഴും അത്ഭുതങ്ങളും സംഭവിച്ചില്ല. കാര്യം ED എന്താണോ അപ്പോഴേക്കും തന്നെ ED വാഹനങ്ങളൊക്കെ തയ്യാറാക്കി എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്.
യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതിൻ്റെ അകത്തൊരു ഒരു കേൾക്കപ്പെടാതെ പോകുന്നൊരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല, അങ്ങനെയുള്ള എവിഡൻസ് വന്നില്ല. ഒരു അപ്രൂവറിൻ്റെ അപ്രൂവർ ആണെങ്കിൽ BJPക്ക് ഫണ്ട് കൊടുത്തുള്ള അപ്രൂവറാണെന്ന് വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അപ്രൂവറിൻ്റെ ഇതിന് പുറത്താണ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ, അതും തെരഞ്ഞെടുപ്പ് ആസന്നമായി, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സമയത്ത് ഈ നീക്കം നടന്നത്. അത് ഒട്ടും ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമല്ല. കാര്യം ഇത്തരം സമയങ്ങളിലൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണ സംവിധാനം ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാറില്ല. അവർക്ക് ഇനിയും സമയമുണ്ട്. ഇലക്ഷൻ വലിയ ക്യാമ്പയിൻ ചെയ്യായിരുന്നു. ഡൽഹി ഇലക്ഷനിൽ BJPക്ക് ക്യാമ്പയിൻ ചെയ്യാവുന്ന വിഷയമാണ്. അരവിന്ദ് കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ ക്യാമ്പയിൻ ചെയ്ത് ജനങ്ങളുടെ കൺസെൻറ്റ് വാങ്ങാവുന്ന വിഷയമായിരുന്നു. പക്ഷേ ആ കൺസെൻറ്റിനേക്കാളും ഈ ഭരണ നടപടിയിലാണ് താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതിന് ജനത്തിനെക്കുറിച്ച് വിശ്വാസമില്ലായ്മയുണ്ട്. ഇതിൻ്റെ അകത്ത് ജനങ്ങളെങ്ങനെ പ്രതികരിക്കുന്നതിന് വിശ്വാസമില്ലായ്മയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ഇത് പ്രതിപക്ഷം എന്നുള്ളതൊരു അവിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യം പലപ്പോഴും BJP മറക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു പാർട്ടി അധികാരത്തിൽ സമഗ്രാധികാരം ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് വേണ്ടത്. നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുക എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവമായി കാണുന്ന കാര്യമാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നുണ്ട്, BJP അധികാരത്തിൽ വന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വോയിസ് ഇല്ലാത്തൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും അതൊരു ജനാധിപത്യം ദുർബലപ്പെടുത്തും. പക്ഷേ അത്തരം ഒരു അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടി തന്നെ ചില ആസൂത്രണം നടത്തുന്നത് വളരെ ഗൗരവത്തിലും വളരെ നിരാശയോടുകൂടി നമ്മൾ കാണേണ്ട കാര്യം. ഇപ്പോൾ നേരത്തെ ദാമോദർ പ്രസാദ് ആദ്യം സംസാരിച്ച പറഞ്ഞല്ലോ 400 സീറ്റ് എന്നുള്ള അവകാശവാദം, അല്ലെങ്കിൽ 400 സീറ്റ് ഞങ്ങൾ നേടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റാണ് ഒറ്റയ്ക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത്തവണ 370-ലെത്തും എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു തലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 303-ൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിൽ താഴെയുള്ള സീറ്റിലേക്ക് BJPക്ക് എത്തണമെങ്കിൽ ഒരു 30-40 സീറ്റ് താഴേക്ക് പോയാൽ മതി. ഇപ്പോൾ ഡൽഹിയിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കർണാടകയിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടുന്നു, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റ് 1, 2, 3 സീറ്റ് കുറഞ്ഞാൽ മതി. അങ്ങനെ കഴിഞ്ഞ തവണ സാച്ചുറേഷനിലെത്തിയ സംസ്ഥാനങ്ങളിൽ കുറച്ച് സീറ്റ് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിൽ താഴെ സീറ്റിലേക്ക് BJP മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പരിഭ്രമമുണ്ടോ? അതിൻ്റെ ബാക്കിയായിട്ടാണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, ആം ആദ്മി പാർട്ടി ഒരു അക്യൂസ്ഡ് സ്ഥാനത്ത് നിൽക്കുന്നു, വേണമെങ്കിൽ നാളെ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഈ ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു അജണ്ടയുടെ ബാക്കിയായിട്ട് നമ്മളതിനെ കാണണ്ടേ? നമ്മൾ കാണേണ്ടി വരും. കാരണം പ്രതിപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ നാളെ മറ്റൊരു അന്തരീക്ഷത്തിൽ BJP കേവല പുരുഷ താഴെ പോവുകയാണ്. BJPയുടെ തന്നെ ഘടകകക്ഷികൾ മാറിക്കൂടുന്നില്ല. കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവം BJPക്ക് നന്നായിട്ട് തന്നെ, കാര്യം അവർ തന്നെ പല MPമാരെയും വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതു ട്രെൻഡ് അങ്ങനെ മാറുകയും മറ്റു തരത്തിൽ സഖ്യ രൂപീകരണത്തിനാണെങ്കിൽ BJPയേക്കാൾ കൂടുതൽ സൗകര്യം കോൺഗ്രസ് പോലെ ഒരു സഖ്യത്തിലായിരിക്കും നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടി താല്പര്യം കാണിക്കുക. അത്തരം ഘട്ടത്തിൽ അത്ര ഒരു ഭയം, ഒരു എന്താ പറയുക, അതിനെക്കുറിച്ചൊരു ആദി തീർച്ചയായും നേതൃത്വത്തിലുണ്ടാവുന്നതാണ്. ഇപ്പം തന്നെ ആ പ്രതിപക്ഷം നിർവീര്യമാക്കുക, അവരെ ഒരു ഭീഷണിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുക. അപ്പോൾ TRSൻ്റെ നടപടി കൂടിയാണുള്ളത് BRSനെതിരെ. ഈ നിലയ്ക്ക് എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും ഒരു ഭീഷണി പോലെ നിലനിർത്തുകയാണെങ്കിൽ ഇത്തരം സഖ്യ രൂപീകരണങ്ങൾക്കുള്ള ഭാവി സാഹചര്യങ്ങൾ അടച്ചു കളയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ഭയമുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് BJPയുടെ പലപ്പോഴും മുന്നോട്ട് വെച്ച അജണ്ടകൾ, അവിടെ ഈ നരേറ്റീവ് ശരിയാണ്. BJP പലപ്പോഴും ആ അജണ്ടകൾ വേണ്ട പോലെ ഫലപ്രദമാവുന്നില്ല. ഉത്തർപ്രദേശ് പോലും ഫലപ്രദമാവുന്നില്ല, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പോലും ഫലപ്രദമാവുന്നില്ല. ഒരു ആദ്യ വർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്ര ശക്തമായ രീതിയിൽ BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ, BJP എക്കാലത്ത് ഉയർത്തിപ്പിടിച്ച അജണ്ടകൾ ഫലപ്രദം നടപ്പാക്കി. അവസാനം CA അത് BJPയുടെ അജണ്ട ആയിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ അതിൽ കൂടി BJP ആ അജണ്ട പോലും നടപ്പാക്കി ഇലക്ഷൻ്റെ ആസന്നമായ സാഹചര്യത്തിൽ. അപ്പോൾ അത് കൊണ്ടുവരേണ്ട വോട്ടുകൾ BJPക്ക് അതില്ല എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാവണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ അവരുടെ നടപടികൾ വരെ ഇലക്ഷൻ ക്യാമ്പയിന് പോയേനെ. ഈ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. മറ്റൊരു ഇലക്ട്രൽ ബോണ്ട് ഇത്രയും കാലം BJP എടുത്ത നടപടികൾക്കെല്ലാം തന്നെ ഇന്ത്യൻ മിഡിൽ ക്ലാസ് സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതകളാണ്. കാരണം നമ്മൾ നോക്കാൻ 2014 BJPയുടെ ഉയർച്ചയ്ക്ക് കാരണം കറപ്ഷൻ തന്നെയാണ്. ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് അതൊരു കേജ്രിവാളും പങ്കുവഹിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് നടന്ന വലിയ നെഗറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ BJP 2014 നരേന്ദ്രമോദിക്ക് ഒരു അവസരം കിട്ടുന്നത്. പക്ഷേ ഇന്ന് ഇലക്ട്രൽ ബോണ്ട് ഈ അർബൻ മിഡിൽ ക്ലാസ്സിലേക്ക് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള വാർത്തകൾ കാര്യം ഇത്തരം ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ളൊരു വിഭാഗമാണ് ഈ അർബൻ മിഡിൽ ക്ലാസ്. BJPയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. അവർ ഇലക്ട്രൽ ബോണ്ട് പ്രത്യേകം സൃഷ്ടിച്ചിട്ടുണ്ട്. കാര്യം ഇലക്ട്രൽ ബോണ്ട് വഴി വ്യാപകമായ രീതിയിൽ പണം സ്വരൂപിച്ചത് മാത്രമല്ല, ഒരു എക്സ്റ്റോർഷൻ്റെ സ്വഭാവമുള്ള രീതിയിൽ ഇപ്പോൾ EDയും മറ്റും ഇൻകം ടാക്സൊക്കെ റീഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവരുടെ റഡാറിലെ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഫണ്ട് സ്വീകരിച്ചുള്ളതൊരു നല്ല പോസിറ്റീവ് സൈനായിട്ടില്ല. BJPയുടെ തന്നെ ആ നിലയ്ക്ക് അനുഭാവി കോൺസ്റ്റിറ്റ്യുവൻസി സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇത് അവർക്കും അവരുടെ ഒരു തോന്നൽ, അത്ര ഇംപ്രഷൻസും അത്ര സർവേ റിപ്പോർട്ടുകളും അവരുടെ ഇൻ്റലിജൻസ് സോഴ്സ് അവർ നൽകിയിട്ടുണ്ടാവും. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോഴേ, ഇലക്ട്രൽ ബോണ്ട് ലാസ്റ്റ് മിനിറ്റിൽ പുറത്തേക്ക് വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ
അതായത് 2018 മുതൽ 23 വരെയുള്ള കണക്കെടുത്താൽ 54% BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ആരൊക്കെ, അവർക്ക് എന്താണ് കോൺട്രാക്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പോ പിമ്പോ EDയോ ആദായനികുതി വകുപ്പോ CBI ഒക്കെ അന്വേഷിച്ചിട്ട് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഫാർമ കമ്പനികളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അവർ അന്വേഷണം എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള പരിശോധനയിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയ ഫാർമ കമ്പനികൾ അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ഇതെങ്ങോട്ടാണ് പോയത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഈ 2014 മുതൽ ബിൽഡപ്പ് ചെയ്തൊരു ഇമേജ് ഉണ്ട്. അഴിമതിക്കെതിരെ ഭയങ്കര നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന വിധത്തിലുണ്ടാക്കിയ ഒരു ഇമേജിന് കിട്ടിയൊരു കോട്ടമാണ്, വലിയ തോൽക്ഷീണമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇത് അഴിമതിക്കെതിരെ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാണ് എന്ന് കൂടി ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ചിലപ്പോൾ ഇതാണ്. രാജീവ് പറഞ്ഞ കൃത്യം അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അഴിമതി തുടച്ചു വെക്കും എന്നുള്ള രീതിയിലാണ് ആം ആദ്മിയും ഒരു അജണ്ട അങ്ങനെ തന്നെയായിരുന്നു BJP വരുന്നത്. അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമുണ്ട്. അന്നത്തെ 2014 കോൺഗ്രസ് വിരുദ്ധമായിരുന്ന മൂവ്മെൻറ്റ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അഴിമതി വിരുദ്ധ ഒരു ഇമേജ് BJP വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ്. അത് സുപ്രീം കോടതി ഇൻ്റർവെൻഷൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് സുപ്രീം കോടതി നടത്തിയ വലിയ ഇൻ്റർവെൻഷനാണ്, നിർണായകമായ ഇൻ്റർവെൻഷൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഇൻ്റർവെൻഷൻ BJP വിരുദ്ധ ഇൻ്റർവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു വസ്തുത ജനങ്ങളെ അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു വസ്തുത, ആരൊക്കെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ എത്ര പണം നൽകി, അതിൽ ഏറ്റവും കൂടുതൽ പണം ആർക്ക് ലഭിച്ചു, ഏത് പാർട്ടി ലഭിച്ചു എന്നുള്ള ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത. ഇത് എന്തിനായിരുന്നു BJP ഇത്രയും സുതാര്യത പ്രഖ്യാപിക്കുന്ന അഴിമതിരഹിതം സ്വയം പറയുന്ന ആൾക്കാരെ മൂടിവെക്കാൻ ശ്രമിച്ചത്? പല ഘട്ടങ്ങളിലും ഇത് മൂടിവെക്കാൻ ശ്രമിച്ചത് മാത്രമല്ല, അവസാനം പല ഘട്ടത്തിലും തിരിമറി നടത്തുന്ന ഡാറ്റാനെ പല രൂപത്തിലാക്കിക്കൊണ്ട് ആൾക്കാർ വ്യക്തമല്ലാത്ത രീതിയിൽ കൊടുക്കാനുള്ള, വ്യക്തമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാവുന്ന ശ്രമം നടന്നു. പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി. ആ ചീറ്റി പോവുകയും ഏതൊക്കെ സ്ഥാപനങ്ങൾ പണം കൊടുത്തു, ഉദാഹരണത്തിൽ ചൂതാട്ട കമ്പനികൾ എന്തിനു പണം കൊടുത്തു, അതുപോലെ IT ED റഡാറിൻ്റെ അകത്തുപെട്ട കമ്പനികൾ പണം കൊടുത്തതിൻ്റെ കാരണം, അതുപോലെ ഏറ്റവും അവസാനം വന്ന് പിന്നെ ആം ആദ്മി തന്നെ ഉന്നയിച്ച പ്രശ്നം ഈ അപ്രൂവറായിട്ടുള്ള മാപ്പുസാക്ഷി കമ്പനി ഫാർമ ആ കൊടുത്തുള്ള 30 എത്ര കോടി രൂപ ഇതെന്തിനായിരുന്നു? ഇതൊക്കെ തന്നെ പൊതു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ഡിബേറ്റിനകത്ത് എല്ലാവരും അവർ കൊടുത്ത് അരബിന്ദോ ഫാർമ ആ കേസിൽ അപ്രൂവറായുള്ള സത്യേന്ദ്ര റെഡ്ഡിയോ അങ്ങനെ എന്തോ പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള കമ്പനി, അയാൾ അതിൻ്റെ പ്രൊമോട്ടറും ഡയറക്ടറുമാണ്. അയാൾ കൊടുത്തത് 52 കോടി ഇലക്ട്രൽ ബോണ്ടാണ് അയാളുടെ അറസ്റ്റിന് ശേഷം എടുത്തിരിക്കുന്നത്. അതിൽ 66% പോയിരിക്കുന്നത് BJPയുടെ അക്കൗണ്ടിലേക്കാണ്. ബാക്കി പോയിരിക്കുന്നത് കുറച്ച് തെലുങ്ക് ദേശം പാർട്ടിയിലേക്കാണ്, പിന്നെ കുറച്ച് BRSലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ പുറത്തേക്ക് വരുമ്പോൾ ഇതിലെ ഈ അപ്രൂവറായത് എന്തിനാണ്, ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി കൊടുക്കുന്നത്, ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ സ്വാഭാവികമായിട്ട് ഉയരും. ഡിബേറ്റ് ചെയ്യപ്പെടുന്ന മാധ്യമങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നത്. അതുപോലെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ വിഷയം ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം ഇത് അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. ഇത് കേരളത്തിലല്ല, ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇത് കൂടുതൽ BJPക്ക് അനുകൂലമായ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് വലിയ പ്രത്യേകത സൃഷ്ടിക്കുക. അതുകൊണ്ട് 400 സീറ്റ് എന്നല്ല, ഇവരെ സംബന്ധിച്ച് നിലവിലുള്ള സീറ്റുകളെക്കാൾ കുറയാനുള്ള സാധ്യതകൾ വലിയ തോതിലുണ്ട്. അത് ആ ഒരു പ്രത്യേകത അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ക്യാമ്പയിൻ ഈ നിലയിലാവാനും സാധ്യത. കാര്യം 2014 നമ്മൾ ക്യാമ്പയിൻ കണ്ടതാണ്. അന്നത്തെ 2G സ്പെക്ട്രമായിരുന്നു ഏറ്റവും വലിയ ക്യാമ്പയിൻ ഉപയോഗിച്ചത്. ഇലക്ട്രൽ ബോണ്ട് ക്യാമ്പയിൻ വിഷയമാകാൻ പോവുകയാണ്. കാര്യം ക്യാമ്പയിനിലേക്ക് എത്തുന്നേ ആൾക്കാർ. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ക്യാമ്പയിൻ വിഷയമാവുകയും അതിൻ്റെ തോതിൽ വലിയ തോതിൽ ട്രോളുകളും പോസ്റ്ററുകളൊക്കെ വരുന്നതോടുകൂടി BJP ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ 2G സ്കാം ഉണ്ടാകുന്ന സമയത്ത് ആലോചിച്ചാൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനത്തിൽ വിശദീകരണം നൽകാൻ തയ്യാറായിരുന്നു. അന്ന് കപിൽ സിബാൽ വന്ന് ഔദ്യോഗിക വിശദീകരണം നൽകിയിരുന്നു. ഇന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്ത് ആ കുചേലവൃത്തം പറയുന്നല്ലാതെ ഒരു ഔദ്യോഗിക ഒരു പത്രസമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട്, പത്രക്കാരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മറുപടി പറയാൻ തയ്യാറായിട്ടുള്ള വളരെ ആൾക്കാരില്ല. അത് ഔദ്യോഗിക നേതൃത്വത്തിലില്ല. പ്രധാനമന്ത്രി തന്നെ തയ്യാറല്ല, അല്ലെങ്കിൽ അവരെ മറ്റു മന്ത്രി തയ്യാറല്ല. മറ്റൊരു സ്ഥലത്ത് ആഭ്യന്തരമന്ത്രിയോട് ഈ ചോദ്യം ഉന്നയിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ പാർട്ടികളുടെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്നല്ലാതെ ഇതിൻ്റെ ഒരു വ്യക്തമായ മറുപടി പറയുന്നില്ല. ഇതായിരുന്നു മറുപടി പറയേണ്ടത്. ഇന്ന കാര്യങ്ങളാണെന്ന് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട് ജനങ്ങളോട്. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി BJPയെ വലിയ ഉലച്ചിട്ടുണ്ട്. BJPയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഇത്തരം കാര്യം വലിയ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അനുകൂലമായി ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതിനെ തടയാന്നുള്ളതും കൂടി ഇതാണ്. അപ്പോൾ അത് തടയാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഒരു അറസ്റ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ വിജ്ഞാപനം വന്നതിന് ശേഷം നടത്തുന്ന ഒരു അറസ്റ്റ്, പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി ഉറച്ചു നിന്നൊരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഇത് ബാക്ക് ഫയർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റഡ് ഓപ്പറേഷനാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാൻ വലിയ പാടൊന്നുമില്ല, ഉറപ്പായിട്ടും. അപ്പോൾ ഇത്
ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അത്യാവശ്യം ഹോൾഡുണ്ട്, ഹരിയാനയിൽ ചില പോക്കറ്റ്സ് ഉണ്ട്, ഗുജറാത്തിൽ ചില പോക്കറ്റ്സ് ഉണ്ട്, പഞ്ചാബ് അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, ഗോവയിലുണ്ട്. അതിന് പുറമെ ഇവരുണ്ടാക്കിയ സഖ്യങ്ങളിൽ ഇവരുടെ പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇത് ബാക്ക് ഫയർ ചെയ്യാനുള്ളൊരു സാധ്യത BJP ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. BJP പ്രതീക്ഷിക്കണം, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം BJP ആലോചിച്ചിട്ട് തീരുമാനമായിരിക്കുമല്ലോ കാര്യം. പക്ഷേ BJP മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1-2 പേരെ ആലോചിച്ചാൽ മതി. വലിയ പാർട്ടിയാണെങ്കിലും അവർക്ക് 1-2 പേരിൽ ആലോചിച്ച് ഒതുക്കാവുന്ന കാര്യം. ഇപ്പോൾ എല്ലാവരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ആ പാർട്ടിക്ക് വലിയ ഇത്ര ബൃഹത്തായ പാർട്ടിയാണെങ്കിലും ആൾക്കാരെ നിരന്തരം സ്വീകരിക്കുന്ന പാർട്ടിയാണെങ്കിലും തീരുമാനം കുറച്ച് സ്ഥലങ്ങൾ ഒതുക്കി നിർക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവർ ആലോചിച്ചിട്ടുണ്ടാവണം, ആലോചിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അത്ര ഒരു അധികാരത്തിരിക്കുന്ന പാർട്ടി, ദീർഘകാലം സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചു വന്ന പാർട്ടിക്ക് ഇത്ര ഇൻ്റലിജൻസ് ഇല്ലാതിരിക്കില്ല. ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടാവും. സോ എങ്ങനെയാണ് അതിന്. പക്ഷേ ഈ പ്രത്യാഘാതത്തിനപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് രാജീവ് പറഞ്ഞ കാര്യം, നിർവാഹമില്ലായ്മ ഘട്ടമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഡിബേറ്റ് വരികയാണെങ്കിൽ മറ്റ് ഇവരുടെ BJPയുടെ അജണ്ടകളെല്ലാം പരാജയപ്പെടുന്നൊരു ഒരു പേടി അവർക്കുണ്ടാവണം, ഒരു ആദ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയൊരു ആകുലത അവർക്കുണ്ട്. ആകുലതയെ മറികടക്കാനുള്ള ശ്രമമാണ് ഒരു അന്തരീക്ഷത്തിൽ വേറൊരു സാധനം സൃഷ്ടിച്ചുകൊണ്ട്. ഇപ്പോൾ ആരെയും കേജ്രിവാളിൻ്റെ അഴിമതി പ്രശ്നം മറ്റൊരു പ്രതിപക്ഷം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാരേറ്റീവ് അതാണല്ലോ. പ്രതിപക്ഷത്തിൻ്റെ അഴിമതിക്കെതിരെയാണ് പാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ കാര്യങ്ങളൊന്നും മുഖ്യ സ്ഥാനങ്ങളിൽ നിന്ന് പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പോയി. അപ്പോൾ അത് ഒരു നിർവാഹമില്ലായ്മൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. എത്ര തന്നെ തെളിവുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരാൻ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നൊരു പാർട്ടി, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നാണ് സ്ഥിതിയുള്ളത്. ചിലപ്പോൾ പരാജയപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അധികാരത്തിൽ വരുന്നു, പക്ഷേ ആത്മാർത്ഥമായും ഉത്തമമായും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിക്ക് എന്തിനാണ് നടപടി എടുക്കേണ്ടി വരും? അത് കഴിഞ്ഞ് ചെയ്താൽ പോരെ. അത് കഴിഞ്ഞ് ചെയ്താൽ ആരാണ് ചോദിക്കാൻ? ആ കാലത്ത് മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ വിമർശിക്കണം, ആ മാധ്യമങ്ങളും വിമർശനരഹിതരായിരിക്കും. 400 സീറ്റിലാണ് BJP അധികാരത്തിൽ വരണമെങ്കിൽ ഏത് മാധ്യമവും ഇപ്പോൾ തന്നെ മാധ്യമം സംസാരിക്കുന്നില്ല, ഏത് മാധ്യമം ഉണ്ടോ BJPക്ക് സംസാരിക്കാൻ? അപ്പോൾ ആ ഘട്ടത്തിൽ വളരെ ഉത്തമ വിശ്വാസത്തിൽ അപ്പുറം കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ അതല്ല, പ്രതിപക്ഷം ഇല്ലാതിരിക്കണം. ഞങ്ങൾ ജയിച്ചാൽ പോലും പ്രതിപക്ഷം ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിനെ കുറിച്ചുള്ള ഭയം ഇവരുടെ സംഘടിത ശക്തി വേറെ രൂപത്തിൽ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ. പ്രത്യക്ഷത്തിലില്ലെങ്കിലും അന്തർധാര ഉണ്ടാവാം, ഒഴുക്കുണ്ടാവാം. അതുപോലെ തന്നെ പഴയ അടിയന്തരാവസ്ഥ അനുഭവമുണ്ട്, ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. ഇത്തരം ഒരു ഭയം അവരെ സംബന്ധിച്ചോളം ഗൗരവമായി ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് ഒരു സാമാന്യ തരത്തിൽ പോവില്ല. പക്ഷേ ഇൻ്റലിജൻസ് ഇല്ല പറയാനും പറ്റില്ല. കാര്യം ഇന്ത്യയിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എല്ലാവിധ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടിക്ക് ബുദ്ധിയില്ലാതെ എടുക്കുന്ന തീരുമാനമല്ല. അപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിർവാഹമില്ലായ്മ എൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തം. അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ആലോചിച്ചു ഇത്ര ചടുവിടുന്നൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ എന്ത് തന്നെയാണെങ്കിലും. ഇല്ല, ഇത് പറയുമ്പോഴേ നമ്മൾ ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ട് പുറകെ ചോദ്യത്തിന് കുഴ വാങ്ങി എന്നുള്ള ആരോപണത്തിൽ മഹോമയുടെ വീട്ടിൽ ഓഫീസിലും CBI റെയ്ഡ് നടത്തുന്നു. ഡൽഹിയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ വേറൊരു MLAയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തുന്നത്. അത് ED ആണോ CBI ആണോ റെയ്ഡ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. ഏത് കേസിലാണ് റെയ്ഡ് നടത്തിയതെന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇങ്ങനെ വ്യാപിപ്പിച്ചു വരികയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികൾ അത് ഏത് സമയത്തും എവിടെയും ആർക്കെതിരെയും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു അന്തരീക്ഷമാണ് രാജ്യത്തുള്ളത്. അതായത് ഈ ഒരു എലക്ഷൻ പ്രൊസീജിയർ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ഇൻകം ടാക്സോ അല്ലെങ്കിൽ CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനേക്കാൾ മുകളിൽ ഇലക്ഷൻ പ്രോസസ് ഡിസൈഡ് ചെയ്യുന്ന, ഇലക്ഷൻ്റെ പ്രക്രിയ ഡിസൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് മറ്റ് ഈ പറഞ്ഞ പോലത്തുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കുമെങ്കിൽ കൂടി ഈ എന്താ പറയുക ഇത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് വരുന്നൊരു യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. ഇതിപ്പോൾ രാജീവ് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ ഇത് മഹുവ മൈത്രയുടെ ബംഗാളിലോ അല്ലെങ്കിൽ രാജേന്ദ്രനാഥ് ഡൽഹിയിലോ നിൽക്കാൻ പോകുന്നില്ല. ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ഒരു ഫോർമൽ എല്ലാ സ്ഥലത്തേക്കും നടപ്പാക്കാൻ. കാര്യം മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള തരത്തിൽ ഇതിലേക്ക് ചർച്ച കൊണ്ടുവരാം. ഇന്ന് ഈ ഒരു തരത്തിലൊരു ആലോചന അവർക്കുണ്ടാവാം. അതിപ്പോൾ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്, എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോൾ ഇനി ദിവസങ്ങളും കാണാൻ പറ്റും ഈ രീതിയിലാണിത് അൺട്രാവൽ ചെയ്യാൻ പോകുന്നുള്ളത്. പക്ഷേ ഇവിടെ മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള നടപടി നിങ്ങൾ പറഞ്ഞ പോലെ ബംഗാളിൽ പക്ഷേ അവർ മത്സരിക്കേണ്ട, അവർക്ക് അനുകൂലമാവാനും തൃണമൂൽ കോൺഗ്രസ്സിന് പലതരം തന്ത്രങ്ങളുള്ള പാർട്ടിയാണ്. അവർ പരമാവധി അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാര്യം അവിടെ ഒരുപക്ഷെ BJP ദുർബലപ്പെട്ടെ. കാര്യം വേറെ തരത്തിലൊരു ബംഗാളി വികാരമൊക്കെ അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി അറിയുന്ന പാർട്ടിയാണ്. കാര്യം അവർക്ക് നല്ല ശക്തിയുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം, ഈ ചർച്ചകൾ ഇതിലേക്ക് കേന്ദ്രീകരിക്കുക, ഈ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക, ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയത്തെ മൂടി വയ്ക്കുക, ഒപ്പം മറ്റ് അജണ്ടകളുടെ രീതിയിൽ പറയാം. ഇതാണ് ആത്യന്തികമായി നമ്മൾ കാണുന്നത്. വികസിത് ഭാരത് ചർച്ച എല്ലാ പ്രധാനമായി മാറിയത് അവസാനം ആൻറ്റി കറപ്ഷൻ നിലയ്ക്കുള്ള ആരോപണങ്ങൾ മാത്രം ചർച്ച ചെയ്ത് വരുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. മാത്രം നമ്മൾ ഈ ഇലക്ഷനോട് അടുക്കുന്ന സമയത്താണ് ജനുവരി 22-ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. അതോടുകൂടി അതായിരിക്കും ഈ പൊളിറ്റിക്സിനെ നിർണ്ണയിക്കുക എന്നുള്ളൊരു പ്രതീതി ക്രിയേറ്റ് ചെയ്തിരുന്നു BJP.
പക്ഷേ അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് CAA വരുന്നത്. CAA പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെതിരെ വലിയ ജനരോഷം ഉയരും, വലിയ പ്രതിഷേധങ്ങളുണ്ടാവും. അപ്പോൾ ഇത് എന്താ പറയുക, പോളറൈസ് ചെയ്യാം, അതിന് പറ്റിയൊരു ടൂളാണ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ അവസരവും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ പല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷമുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണോ ഇപ്പോൾ ഈ 2014 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്? ഈ രാജീവ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഇപ്പോൾ ഏതൊക്കെ തന്നെ ഇനിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അറിയില്ല. ഒരു പക്ഷേ BJP പോലെ പാർട്ടിയെ നമ്മൾ കുറച്ചുകൂടി വേറെ രീതിയിൽ പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കലായ ഒരു ഫാഷിസ്റ്റ് പാർട്ടിയുടെ രീതി മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചില പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഉൾക്കൊണ്ടും പ്രാദേശിക സ്ഥലത്ത് മത്സരിച്ചും പഞ്ചായത്ത് പോലെ സംസ്ഥാനം മത്സരിച്ച് ഇതിനെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വരുന്ന ഒരു തരത്തിലുള്ള സമഗ്രാധികാര സ്വഭാവമുള്ള പാർട്ടിയാണത്. പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കാം. അതുകൊണ്ട് പല തന്ത്രങ്ങൾ, കാര്യം നമ്മൾ അത്ര ഒരു പാർട്ടി അനുഭവം ഇന്ത്യൻ ജനാധിപത്യത്തിലും ലോക ജനാധിപത്യത്തിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ നടന്നൊരു കാര്യത്തായിട്ട് താരതമ്യപ്പെടുത്തുന്ന ചില പ്രശ്നമുണ്ട്. കാര്യം ഇത് വേറെ തരത്തിൽ രൂപീകരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ വേരുകളൊക്കെ തന്നെ വേറെ തരത്തിലാണ്. ഒരു ഒക്ടോപ്പസ് സ്വഭാവമുള്ള രീതിയിൽ അതിൻ്റെ പല. അപ്പോൾ ഒരു തന്ത്രമായിരിക്കില്ല, ഇവർ ചിലപ്പോൾ മൾട്ടി പ്രോങ്ഡ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാം, പല സെഗ്മെൻറ്റിൽ അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ഇതിനെ പ്രതിപക്ഷം ജാഗ്രതപ്പെടേണ്ട കുറേ കാര്യമുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം BJP പോലൊരു പാർട്ടിയെ നേരിടുമ്പോൾ ലളിത സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടാൻ പറ്റില്ല. അവിടെ അല്ലെങ്കിൽ അവർ നിസ്സാര സീറ്റുകളുടെ കാര്യത്തിൽ തർക്കിച്ച് പരിഹരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിന് വലിയ പാടുണ്ട്. കാര്യം BJP പോലൊരു പാർട്ടി അതിൻ്റെ മൾട്ടിമോൺ സ്ട്രാറ്റജി, അതിൻ്റെ ആലോചന രീതികൾ, പ്രവർത്തന രീതികൾ പലതരത്തിൽ അത്ഭുതപ്പെടുന്ന രീതികൾ, സർപ്രൈസ് അറ്റാക്കുകൾ, സർജിക്കൽ സ്ട്രൈക്കുകൾ, ഇങ്ങനെ പല മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് പ്രക്രിയയിൽ ഇവർ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നേരിടാൻ പുതിയ തരത്തിൽ മനസ്സിലാക്കാനും പുതിയ തരത്തിൽ വിട്ടുവീഴ്ച നടത്താൻ പുതിയ ഐക്യം രൂപപ്പെടുത്താനൊക്കെ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും ഈ കരഞ്ഞു കേണ്ടിട്ട് കാര്യമില്ല. കാര്യം BJP എന്തായാലും നടപടിയെടുക്കും. അപ്പോൾ കുറേ സിമ്പതി വോട്ട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ കരഞ്ഞും കേണുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ രക്ഷ തോന്നുന്നില്ല. ഇതിനെ നേരിടാൻ സംവിധാനം ഉണ്ടാകും. നേരിടാൻ സംവിധാനം ആത്യന്തികമായി വേണ്ടത് പ്രധാനമായിട്ട് വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച ഐഡിയോളജിക്കൽ വിട്ടുവീഴ്ച, ഐഡിയോളജി ഒന്നേ ഉള്ളൂ. പ്രിൻസിപ്പൾ നമ്മൾ പറഞ്ഞ പോലെ മുഖ്യ വൈരുദ്ധ്യം BJP പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പരസ്പരമുള്ള ചെറിയ എന്താ പറയുക, മറ്റു തരത്തിൽ ആഭ്യന്തര ആൻറ്റഗോണിസം മുഖ്യ വൈരുദ്ധ്യമായി കൊണ്ട് പരതിയിൽ രാഷ്ട്രീയത്തെ പ്ലേസ് ചെയ്യുന്നത് ഭാവി ഗുണമായിരിക്കില്ല. കാര്യം അത് ഇന്ത്യ ജനാധിപത്യത്തെ മുഴുവൻ കാണുകയാണെങ്കിൽ വൈരുദ്ധ്യം ഈ നിലയ്ക്കാണ് നിൽക്കുന്നത്. BJPയുടെ അപ്പോൾ ഈ ഒരു ഇൻ്റലിജൻസ് രീതി, അവരുടെ പ്രവർത്തന രീതി കൂടുതൽ ഗൗരവമായി കണ്ട് അത്തരമൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ ബാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ പല തന്ത്രമായിരിക്കാം, ഒന്നായിരിക്കില്ല. രാമക്ഷേത്രം, CAA, അതുപോലെ തന്നെ ഈ അഴിമതി വിരുദ്ധത, ഇങ്ങനെ ഇനി അടുത്ത വരാമോ സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിക്കാവുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതിനുള്ള അവർക്കുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അതിനുള്ള അന്തരീക്ഷമുണ്ട്, പാർട്ടി ശക്തിയുണ്ട് അവർക്ക്. അത് കുറച്ച് കാണുന്നതല്ല. കാര്യം നമ്മൾ ആരെയാണോ നേരിടാൻ പോകുന്ന ഐഡിയോളജിക്കലി നേരിടുന്ന സമയത്ത് ആ ശക്തി മനസ്സിലാക്കുന്നതായിരിക്കും. എന്താണ് ആ പാർട്ടിയുടെ ശക്തി, അതിൻ്റെ ഗൗരവം. അത് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും പലപ്പോഴും മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുക അല്ലെങ്കിൽ ചില ആഭ്യന്തര തർക്കങ്ങൾ ഏർപ്പെടുന്നുള്ളത് ജനാധിപത്യത്തിന് ഗുണമല്ല. അതുകൊണ്ട് BJP ശക്തിപ്പെടുന്ന പലപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ അനൈക്യവും അവർക്കൊരു കോമൺ അജണ്ട ഇല്ലാതിരിക്കുന്നത്. ഒരു കോമൺ അജണ്ട രൂപപ്പെടാൻ എന്തുകൊണ്ടാണ് അത്ര ബുദ്ധിമുട്ട്? ഇത്രയും എല്ലാ പാർട്ടികളെയും BJP ഒരുമിച്ചാണ് നേരിടുന്നത്. BJPക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു സിമ്പതി അവർ കാണിക്കുന്നില്ല. അവർ നേരിടാൻ തയ്യാറാണ്. BJP ശക്തമായ നടപടികളിലേക്ക് പോകുന്നു. എന്നിട്ട് അവർക്കൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, അധികാരത്തിൽ വരിക എന്നതിലപ്പുറം ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ഡെമോക്രസി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പ്രതിപക്ഷം സാധിക്കണം. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ജനാധിപത്യത്തിന് മാത്രമല്ല അവർക്കും അവരുടെ സർവൈവലിൻ്റെ പ്രശ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഗതികേടിലാണ് പ്രതിപക്ഷം. അപ്പോൾ അത് ആണ് നമ്മുടെ മുമ്പിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാവി ഒരു ചോദ്യം ഒരു പ്രധാന വിഷയമാവുന്നൊരു കാര്യമാണല്ലോ 2024. രാജ്യത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള അല്ലെങ്കിൽ ആദായനികുതി വകുപ്പ് പോലുള്ള CBI പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ തോൽപ്പിക്കാൻ ഒരു ഭരണകൂടവും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും ശ്രമിക്കുമ്പോൾ അതിനെ ഏത് വിധത്തിൽ ചെറുക്കണം എന്നുള്ള ചോദ്യം പ്രതിപക്ഷ സഖ്യത്തിന് മുമ്പിലുണ്ട്. ഒരു പക്ഷേ ഈ അറസ്റ്റും നടപടികളും ഇനി AAPക്കെതിരെ വരാനിരിക്കുന്ന നടപടികളും മറ്റ് പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ വരാനിരിക്കുന്ന നടപടികളും പ്രതിപക്ഷത്തെ കൂടുതൽ യോജിച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതുമാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുക. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡുകൾ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.